രാത്രി ഒന്ന് ഉറങ്ങാൻ കിടന്നാൽ ബെഡിൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഒന്ന് ഉറങ്ങാൻ കിടക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ആ ദിവസത്തിൽ വന്ന എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ടെൻഷൻസോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചിന്തകളൊക്കെ കൂടുതലായിട്ട് ഉറങ്ങുന്ന ടൈമിലായിരിക്കും നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. ഇനി ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടി ഫോൺ എടുത്താലോ, പിന്നെ ഫോൺ സ്ക്രോൾ ചെയ്ത് നിങ്ങൾക്ക് മണിക്കൂറുകളോളം കടന്നു പോകുന്നത് അറിയില്ല. പിന്നെ ഒന്ന് ഉറക്കം പിടിച്ച് വരുമ്പോഴേക്കും ഏകദേശം ഒരു 2 മണി 3 മണിയൊക്കെ ആയി കാണും. പിന്നെ ഉറങ്ങാൻ കിട്ടുന്നത് ആകെ ഒരു 3-4 മണിക്കൂറുകൾ മാത്രമായിരിക്കും. അത് കാരണം തന്നെ രാവിലെ എണീക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആ ദിവസം മൊത്തം നിങ്ങൾ ടയേർഡായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു കാര്യത്തിലും ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു ചെറിയ ഇറിറ്റേഷൻസ് നിങ്ങളെ ഫാമിലിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്തോ എന്തെങ്കിലും ചെറിയൊരു ഇറിറ്റേഷൻസ് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരിക. ഇങ്ങനൊരു അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ദയവായി ഈ വീഡിയോ മുഴുവനായി കാണുക. ഞാൻ ഡോക്ടർ ഫാത്തിമ തഷ്ന ഫ്രം ഡോക്ടർ ഹിബ സരോവിയ ക്ലിനിക് പെരിന്തൽമണ്ണ. ഉറക്കക്കുറവിന് പല കാരണങ്ങളുണ്ട്. മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ഉറക്കക്കുറവ് വരാം. ഏറ്റവും പ്രധാനപ്പെട്ടത് 90% ആളുകളിലും ഈ ഉറക്കക്കുറവിന് കാരണം മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് സ്ട്രെസ്സ്, ടെൻഷനാണ്. അതായത് ജോലി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവരുടെ ജോലിയിലുള്ള അമിതമായിട്ടുള്ള പ്രഷർ കാരണം, അതല്ല പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരുടെ എക്സാംസ് അതുപോലെ റിസൾട്ട്സ് ഇതെല്ലാം ആലോചിച്ച് മനസ്സ് റിലാക്സ് ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ഫാമിലിയിൽ എന്തെങ്കിലും ചെറിയ ഇഷ്യൂസ് ഉണ്ടാവുക അല്ലെങ്കിൽ ലൈഫിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴേക്കും കൂടുതലായിട്ട് ആൻഷ്യസ് ആവുക, അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ടെൻഷൻ ആവുന്നവരുണ്ട്. ഇത്തരം ആളുകളിൽ അവരുടെ ബോഡി എത്ര ടയേർഡ് ആണെങ്കിലും അവരുടെ മൈൻഡ് അവർക്ക് റിലാക്സ് ചെയ്യാൻ പറ്റില്ല. അത് മൈൻഡ് ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. ഉറങ്ങാൻ കിടന്നാൽ പോലും മൈൻഡ് റിലാക്സ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവർക്കൊരു ക്വാളിറ്റി സ്ലീപ്പ് കിട്ടില്ല. ഉറങ്ങാൻ കിടന്നാലും ഒരുപാട് ടൈം എടുത്ത് ആയിരിക്കും അവർക്ക് ഉറങ്ങാൻ പറ്റുന്നത്. ഇനിയിപ്പോൾ ഉറങ്ങിപ്പോയാലും അവർ ഇടയ്ക്കിടയ്ക്ക് ഉണരുക. അതുകൊണ്ട് തന്നെ ആ ഒരു ദിവസം മുഴുവൻ അവർ ടയേർഡായിട്ട് ഇത്തരം ആളുകളിൽ കാണാറുണ്ട്. ഇനി മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളല്ലാതെ ചില പ്രശ്നങ്ങൾ കൂടെ ഉറക്കക്കുറവിന് കാരണമായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ചില ഹോർമോൺ ബുദ്ധിമുട്ടുകളാണ്. തൈറോയിഡ്, PCOD, അതുപോലെ തന്നെ ആർത്തവവിരാമം സംഭവിച്ച മെനോപോസിലുള്ള സ്ത്രീകൾ, ഇവർക്ക് ഉറക്കക്കുറവ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ പ്രഗ്നൻസിയിൽ ചില ശാരീരിക ബുദ്ധിമുട്ടും അതുപോലെ ഹോർമോണൽ ഇംബാലൻസ് കാരണം പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിനും ഈ ഉറക്കക്കുറവ് കണ്ടുവരുന്നുണ്ട്. ഇതുപോലെ തന്നെ ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ, അതായത് രാത്രി ഒന്ന് കിടക്കുമ്പോഴേക്കും പുളിച്ചു കെട്ടി വരിക, നെഞ്ചിൻ നീറൽ, അതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്കും ഉറക്ക പ്രശ്നം കണ്ടുവരുന്നുണ്ട്. അതുകൂടാതെ തന്നെ ആസ്മ രോഗികൾ, രാത്രിയിൽ ആസ്മയുടെ ബുദ്ധിമുട്ട്, ശ്വാസം മുട്ടൽ കൂടുതലായി അനുഭവിക്കുന്നവർ, അതുപോലെ ജോയിൻറ്റ് പെയിൻസ്, ഈ വാദം, എല്ല് തേയ്മാനം അനുഭവിക്കുന്ന ആളുകളിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് ജോയിൻറ്റ് പെയിൻസ് കാരണം അല്ലെങ്കിൽ ജോയിൻസിൽ കാണുന്ന നീർക്കെട്ട് കാരണവും ഉറക്കക്കുറവ് അനുഭവിക്കുന്നവരുണ്ട്. ഇതൊക്കെയാണ് ഉറക്കക്കുറവിൻ്റെ പ്രധാന കാരണങ്ങൾ പറയുന്നത്. പിന്നെ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ശ്രദ്ധിക്കാത്ത ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഉറക്കക്കുറവിന് കാരണമാകുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് അമിതമായിട്ട് ചായ, കാപ്പി കുടിക്കുന്നവർ. പിന്നെ പലരും ശ്രദ്ധിക്കാതെ പോകുന്നത് നമ്മൾ ഉറങ്ങുന്നതിൻ്റെ ഒരു 5 മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ ചായ, കാപ്പി കുടിക്കുന്നത് നിർത്തണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു 10 മണിക്ക് ഉറങ്ങുന്ന ആളാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിർബന്ധമായിട്ടും 5 മണിക്ക് മുമ്പ് അവർ വൈകിട്ടത്തെ ചായ കുടിച്ചിരിക്കണം. പലപ്പോഴും പല കുടുംബങ്ങളിലും കാണുന്ന ഒരു പ്രവണതയാണ് ഒരു 5:30-6 മണിക്ക് ശേഷം ചായ കുടിക്കുന്നത്. ഇത് നിങ്ങൾ ഉറക്കം കിട്ടാതെ അല്ലെങ്കിൽ ഉറക്കക്കുറവ് കാരണം ബുദ്ധിമുട്ടുന്നവർ നിങ്ങൾ ഫാമിലിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ ഒരു 4-4:30 ആകുമ്പോഴേക്കും ചായ കുടിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 5 മണിക്കൂറോളം ഈ ചായയിലും കാപ്പിയിലും അടങ്ങിയിട്ടുള്ള കഫീന് നമ്മൾ ബ്രെയിന് കൂടുതൽ അലേർട്ടായിട്ട് നിർത്തുകയും നിങ്ങൾക്ക് ഉറക്കം കിട്ടാൻ കുറച്ചധികം ടൈം എടുക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ് സ്ക്രീനുകളുടെ ഉപയോഗം. ജോലി സംബന്ധമായിട്ടും മറ്റും അമിതമായിട്ട് സ്ക്രീൻ ഉപയോഗിക്കുന്നത്, അതായത് TV, ലാപ്ടോപ്പ്, മൊബൈൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവരാണ് നമ്മൾ. പലപ്പോഴും ഉറങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ് നമ്മൾ കൂടുതലായിട്ട് ഫോൺ ഉപയോഗിക്കുന്നവരായിരിക്കും. ആ ടൈമിലായിരിക്കും നമുക്കൊരു ഫ്രീ ടൈം കിട്ടുന്നത്. ഒന്ന് റിലാക്സേഷന് വേണ്ടി നമ്മൾ കൂടുതലായിട്ട് ഫോൺ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ ഓവർ സ്റ്റിമുലേറ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും ഒരു 5 റീല് കണ്ടിട്ട് ഉറങ്ങുക, അതല്ല ഈ ഒരു വീഡിയോ കഴിഞ്ഞിട്ട് ഉറങ്ങാമെന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ പോലും നമ്മൾ ബ്രെയിൻ ഓവർ സ്റ്റിമുലേറ്റഡ് ആയിട്ട് കൂടുതൽ ടൈം നമ്മൾ ഫോണിൽ സ്പെൻഡ് ചെയ്യും.
മണിക്കൂറുകൾ പോകുന്നത് നമ്മൾ അറിയേയില്ല. അപ്പോൾ ഈ ഒരു ഫോൺ കൂടുതലായിട്ട് അല്ലെങ്കിൽ സ്ക്രീൻ ടൈം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവരിൽ അതിൽ നിന്ന് വരുന്ന ബ്ലൂ ലൈറ്റ്സ് മെലാട്ടോണിൻ എന്ന ഹോർമോൺ നമ്മൾ ഉറക്കത്തിന് കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഈ മെലാട്ടോണിന് കൂടുതലായിട്ട് സ്ക്രീൻ ഉപയോഗിക്കുന്നവരിൽ മെലാട്ടോണിൻ ഹോർമോണിൻ്റെ അളവ് 50% വരെ കുറയുമെന്നാണ്. ഈ ഒരു അവസരത്തിൽ അത്തരം ആളുകളിൽ ഉറക്കം കിട്ടാൻ ടൈം എടുക്കുകയും അതുപോലെ തന്നെ ഡീപ്പ് സ്ലീപ്പ്, റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു സ്ലീപ്പ് കിട്ടാതെ ഇടയ്ക്കിടയ്ക്ക് ഉണരുന്ന ഒരു പ്രവണത കൂടെ കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകൾ ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് സ്ക്രീനുകൾ ഒഴിവാക്കേണ്ടതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഉറക്കക്കുറവ് അനുഭവിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർ ഉറങ്ങുന്നതിൻ്റെ ഒരു 2-3 മണിക്കൂർ മുമ്പ് ഡിന്നർ കഴിച്ചിരിക്കണം. ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ്, പ്രത്യേകിച്ച് ദഹന പ്രശ്നങ്ങളുള്ളവരാണെന്നുണ്ടെങ്കിൽ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഭക്ഷണം കഴിക്കുന്നവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. പ്രത്യേകിച്ച് ഈ നെഞ്ചരിച്ചിൽ അല്ലെങ്കിൽ പുളിച്ചു തേട്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അത് ഉറക്ക പ്രശ്നങ്ങൾക്ക് കാരണമാകും. അതുകൊണ്ട് അത്തരം ആളുകൾ മിനിമം ഒരു 2 മണിക്കൂർ മുമ്പെങ്കിലും ഡിന്നർ കഴിച്ചിരിക്കൽ നിർബന്ധമാണ്. ഇനി നേരത്തെ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഉറങ്ങുമ്പോഴേക്കും അമിതമായിട്ടുള്ള വിശപ്പ് അനുഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഗ്ലാസ് ചെറു ചൂട് പാലോ അല്ലെങ്കിൽ ഒരു പഴമോ കഴിക്കുന്നത് ഇതുപോലെ വിശപ്പ് കുറയ്ക്കാനും അതുപോലെ തന്നെ നല്ലൊരു ക്വാളിറ്റി സ്ലീപ്പ് കിട്ടാനും നിങ്ങളിത് സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി, വൈറ്റമിൻ ഡിയുടെ കുറവുള്ളവരിലും ഇതുപോലെയുള്ള ഉറക്ക പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട്. നമ്മൾ തലച്ചോറിലുള്ള ഉറക്കത്തിനെ കൺട്രോൾ ചെയ്യുന്ന സെൻറ്റേഴ്സിൽ വൈറ്റമിൻ ഡി റിസപ്റ്റേഴ്സ് കണ്ടുവരുന്നതെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി നമ്മൾ ഡയറക്റ്റായിട്ട് ഉറക്കത്തെ ബാധിക്കുന്നില്ലെങ്കിലും നമ്മുടെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഓവറോൾ നമ്മളെ ഹെൽത്തിനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു വൈറ്റമിനാണ്. നമ്മുടെ മാനസിക ആരോഗ്യമാണെങ്കിലും അതുപോലെ എല്ലിൻ്റെ ബലത്തിനും അതുപോലെ നമ്മളെ ഇമ്മ്യൂണിറ്റിയെയും അങ്ങനെ ഒരുപാട് ഓവറോൾ നമ്മളെ ഹെൽത്തിനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. അപ്പോൾ ഇൻഡയറക്റ്റ്ലി നമ്മുടെ ഉറക്കത്തിനെ, നമ്മളെ മെൻ്റൽ ഹെൽത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതും നമ്മൾ ഉറക്കത്തിനെ കൂടുതലായിട്ട് സ്വാധീനിക്കുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. അപ്പോൾ അത്തരം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ, ചെറിയ ഡെഫിഷ്യൻസി ആണെങ്കിൽ അത് ഫുഡിലൂടെ കൺട്രോൾ ചെയ്യുകയും അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് കൃത്യമായിട്ടുള്ള സപ്ലിമെൻറ്റ്സ് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഇന്ന് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ബുദ്ധിമുട്ടാണ്. വൈറ്റമിൻ ഡിയുടെ ഒരു പ്രധാന സോഴ്സ് എന്ന് പറയുന്നത് സൺലൈറ്റ് ആണ്. രാവിലെ ഒരു 10 മണി തൊട്ട് ഉച്ചയ്ക്ക് ഒരു 3 മണി വരെയുള്ള വെയിലാണ് കൊള്ളേണ്ടത്. അപ്പോൾ ഈ ഒരു ടൈമിൽ വർക്ക് റിലേറ്റഡ് ആയിട്ട് കൂടുതൽ പേരും ഒരു ഇൻഡോർ റിലേറ്റഡ് ജോബ്സ് ചെയ്യുന്നവരാണ്. അപ്പോൾ ഇത്തരം ആളുകളിൽ ഈ സൺലൈറ്റിൻ്റെ എക്സ്പോഷർ കുറയുന്നതുകൊണ്ടാണ് വൈറ്റമിൻ ഡി ഇന്ന് കോമൺ ആയിട്ട് കണ്ടുവരുന്നത്. അതോടൊപ്പം തന്നെ ഭക്ഷണത്തിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള അയില, മത്തി പോലെയുള്ള ചെറു മത്സ്യങ്ങൾ, മുട്ടയുടെ മഞ്ഞ, അതുപോലെ വെയിലത്ത് ഉണക്കിയിട്ടുള്ള കൂൺ, മഷ്റൂംസ്, അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങൾ, പാല്, തൈര്, പനീർ, ഇത്തരം ഭക്ഷണങ്ങളിലെല്ലാം വൈറ്റമിൻ ഡി ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിലോട്ട് നന്നായിട്ട് അബ്സോർബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മഗ്നീഷ്യം കൂടെ ആവശ്യമായിട്ടുണ്ട്. നട്ട്സിൽ അതുപോലെ ഇലക്കറികളിലൊക്കെ ധാരാളം മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്. ഇത്തരം ഭക്ഷണങ്ങൾ വൈറ്റമിൻ ഡി കൂടുതൽ അബ്സോർബ് ചെയ്യാനും അതുപോലെ തന്നെ നല്ല ഉറക്കത്തിന് വേണ്ടിയും മഗ്നീഷ്യം സഹായിക്കുന്നുണ്ട്. മഗ്നീഷ്യം നമ്മുടെ നാഡീവ്യൂഹത്തെ കൂടുതൽ കാമാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ തലച്ചോറിലുള്ള ഗാബ എന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ കൂടുതൽ റിലീസ് ചെയ്യാൻ വേണ്ടി മഗ്നീഷ്യം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഗാബ എന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ കൂടുതലായിട്ട് റിലീസ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള അമിതമായിട്ടുള്ള ചിന്തകളെല്ലാം കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മുടെ മസിൽസിന് കൂടുതലായിട്ട് റിലാക്സ് ചെയ്യാൻ വേണ്ടിയും മഗ്നീഷ്യം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സും ശരീരവും ഒരുപോലെ റിലാക്സ് ആവുന്നത് കൊണ്ട് നമുക്കൊരു ക്വാളിറ്റി സ്ലീപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് മഗ്നീഷ്യം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കാണുന്നൊരു ട്രെൻഡാണ് കൂടുതൽ പേരും ഉറക്കക്കുറവുള്ളവർ മഗ്നീഷ്യം സപ്ലിമെൻറ്റ്സ് എടുത്ത് കഴിക്കുന്നത്. നിങ്ങൾ ഒരിക്കലും ബ്ലൈൻഡായിട്ട് മഗ്നീഷ്യം സപ്ലിമെൻറ്റ്സ് എടുത്ത് കഴിക്കരുത്. ഒരു ഡോക്ടറെ നിർദ്ദേശപ്രകാരം മാത്രം മഗ്നീഷ്യം സപ്ലിമെൻറ്റ്സ് എടുക്കുക. മഗ്നീഷ്യം സപ്ലിമെൻറ്റ്സ് ഓവറായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ മഗ്നീഷ്യം കൂടുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ദഹന പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അതുപോലെ ഹാർട്ട്, കിഡ്നി അസുഖങ്ങളായിട്ട് ബുദ്ധിമുട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ കണ്ടീഷൻസൊക്കെ കൂടുതൽ വേഴ്സൺ ചെയ്യാൻ ഈ മഗ്നീഷ്യം
സപ്ലിമെൻറ്റ്സ് ഓവറായി എടുക്കുന്നതുകൊണ്ട് കാരണമാവുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ കിടക്കുന്ന ബെഡ്റൂം, നിങ്ങൾ കിടക്കുന്ന സ്ഥലത്ത് കുറച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. നിങ്ങൾ കിടക്കുന്ന ബെഡ്റൂം എപ്പോഴും നീറ്റാക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ബെഡ്റൂമിൽ കിടക്കുന്ന സമയത്ത് ഡിം ലൈറ്റ്സ് ആക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പുറത്തു നിന്നുള്ള ലൈറ്റ് കൂടുതലായിട്ട് ബെഡ്റൂമിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല കട്ടിയുള്ള കർട്ടൻസ് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ മ്യൂസിക് ഇഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ വായന ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾക്ക് ലൈറ്റായിട്ടുള്ള മ്യൂസിക് കേൾക്കുക അല്ലെങ്കിൽ പുസ്തകം വായിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ മൈൻഡ് റിലാക്സ് ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾ മനസ്സ് റിലാക്സ് ചെയ്യുന്നതോടൊപ്പം തന്നെ ശരീരം കൂടെ റിലാക്സ് ആവേണ്ടതുണ്ട്. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് ഒരു 4-7-8 റൂൾ എന്ന് പറയും. ഇതിൽ നിങ്ങൾ ഒരു 4 സെക്കൻഡ് മൂക്കിലൂടെ നിങ്ങൾ ശ്വാസം എടുക്കുകയും 7 സെക്കൻഡ് ശ്വാസം ഹോൾഡ് ചെയ്യുകയും ഒരു 8 സെക്കൻഡ് എടുത്ത് വായിലൂടെ ശ്വാസം വിടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നാഡീവ്യൂഹത്തെ കാമാക്കാനും ശരീരം റിലാക്സ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ടെക്നിക്ക് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ തല മുതൽ കാല് വരെയുള്ള ഓരോ മസിൽസും റിലാക്സ് ആവുന്നതെന്ന് സങ്കല്പിച്ച് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഉറക്കം കിട്ടാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യും. ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടും നിങ്ങൾക്കൊരു ക്വാളിറ്റി സ്ലീപ്പ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും എന്നെ കൺസൾട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട്, അമിതമായിട്ടുള്ള മാനസിക സമ്മർദ്ദമോ അല്ലെങ്കിൽ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിക്കൽ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാരണമാണോ നിങ്ങൾക്ക് ഉറക്കം കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഫലപ്രദമായിട്ടുള്ള ഹോമിയോപ്പതി ചികിത്സയിലൂടെ അത് മാറ്റിയെടുക്കാവുന്നതാണ്. ഞാൻ ഡോക്ടർ ഫാത്തിമ തഷ്ഫിന ഫ്രം ഡോക്ടർ ഹിബ സരോവേ ക്ലിനിക് പെരിന്തൽമണ്ണ.